ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തിലെ ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങളെ പറ്റിയാണ്. മത്സര പരീക്ഷകളിൽ ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ മധ്യപ്രദേശിന്റെ വിശേഷണമാണ് എങ്ങനെയാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. കടുവ നമ്മുടെ ദേശീയ മൃഗമാണ്, നമുക്കറിയാം അല്ലെ. 1972ലാണ് കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 1972 എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നമുക്കൊരു ദിനത്തിലേക്ക് പോവാം. അത് കടുവാ ദിനമാണ്. കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ മാസം 29 തീയതിയാണ്. അപ്പോൾ ജൂലൈ മാസം 29 തീയതിയാണ് കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മൾ കടുവാ സങ്കേതങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ ആകെ കടുവാ സങ്കേതങ്ങളുടെ എണ്ണം 54. ഏറ്റവും പുതിയ വിവരം അനുസരിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ ആകെ കടുവാ സങ്കേതങ്ങളുടെ എണ്ണം 54 കടുവാ സങ്കേതങ്ങളാണ്. ഈ 54 കടുവാ സങ്കേതങ്ങളിൽ ഏറ്റവും വലിയ കടുവാ സങ്കേതം ഏതാണ്? മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇനിയും ചോദിക്കും, 100% ഉറപ്പാണ്. ഏറ്റവും വലിയ കടുവാ സങ്കേതമാണ് നാഗാർജുന സാഗർ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. നാഗാർജുന സാഗർ ശ്രീശൈലം എന്നാണ് അതിന്റെ മുഴുവൻ പേര്. അത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ടൈഗർ റിസർവ് ആണ്. അപ്പോൾ ഈ 54 കടുവാ സങ്കേതങ്ങളിൽ ഏറ്റവും വലിയ കടുവാ സങ്കേതത്തിന്റെ പേരാണ് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. ഏതെല്ലാം സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ടാണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത്, അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 3296 ചതുരശ്ര കിലോമീറ്റർ ആണ്. 3296 ചതുരശ്ര കിലോമീറ്റർ ആണ് നാഗാർജുന സാഗർ ശ്രീശൈലം കടുവ സങ്കേതത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ വലുത് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ചെറുത് പഠിക്കണം അല്ലെ. ചെറുതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവാ സങ്കേതത്തിന്റെ പേരാണ് ബോർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവാ സങ്കേതത്തിന്റെ പേര് ബോർ ആണ്. ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിയുമോ? മഹാരാഷ്ട്രയിലാണ്. ബോർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് പോവാം. കടുവകളുടെ സെൻസസ്, കടുവകളുടെ എണ്ണം എടുക്കുന്നത്. കടുവകളുടെ എണ്ണം എടുക്കുന്ന രീതിക്ക് വിളിക്കുന്ന പേരാണ് പഗ് മാർക്ക്. പഗ് മാർക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. 4 വർഷത്തിലൊരിക്കലാണ് പഗ് മാർക്ക് നടത്തുന്നത്. അതായത് 4 വർഷത്തിലൊരിക്കലാണ് കടുവകളുടെ സെൻസസ് നടത്തുന്നത്. കടുവകളുടെ എണ്ണത്തില് ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 2ാം സ്ഥാനത്ത് വരുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. കടുവകളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് വരുന്ന സംസ്ഥാനമാണ് കർണാടക. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യയിലെ ടൈഗർ റിസർവ് ആണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യയിലെ ടൈഗർ റിസർവ് ആണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. 2ാം സ്ഥാനത്ത് വരുന്ന സംസ്ഥാനം കർണാടകയാണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഇന്ത്യയിലെ ടൈഗർ റിസർവിന്റെ പേരാണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. ജിം കോർബറ്റ് ടൈഗർ റിസർവ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇനി ഇന്ത്യയിലെ 53ാമത്തെ ടൈഗർ റിസർവ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ആകെ എത്ര ടൈഗർ റിസർവ് ഉണ്ട്? 54. അതിൽ 53ാമത്തെ ടൈഗർ റിസർവ് ആണ് റാണിപൂർ ടൈഗർ റിസർവ്. റാണിപൂർ ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയിലെ 53ാമത്തെ ടൈഗർ റിസർവ് ആണ് റാണിപൂർ ടൈഗർ റിസർവ്. ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണ്. 54ാമത്തെ ടൈഗർ റിസർവ്, ഏറ്റവും അവസാനം നിലവിൽ വന്ന ടൈഗർ റിസർവ്, അതിന്റെ പേരാണ് ധോൽപൂർ കരൗലി ടൈഗർ റിസർവ്. ടൈഗർ റിസർവിന്റെ പേരെങ്ങനെയാണ്? ധോൽപൂർ കരൗലി ടൈഗർ റിസർവ്. ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണ്. 54ാമത്തെ ടൈഗർ റിസർവ് ആണ് ധോൽപൂർ കരൗലി ടൈഗർ റിസർവ്. ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണ്. 53ാമത്തെ ടൈഗർ റിസർവ് ആയിരുന്നു റാണിപൂർ ടൈഗർ റിസർവ്. ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി ഈ കടുവകളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. നാഷണൽ ടൈഗർ
കൺസർവേഷൻ അതോറിറ്റിയാണ് കടുവകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത്. അത് നിലവിൽ വന്ന വർഷമാണ് 2006 സെപ്റ്റംബർ മാസം 4-ാം തീയതിയാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിലവിൽ വന്ന വർഷമാണ് 2006 സെപ്റ്റംബർ മാസം 4-ാം തീയതിയാണ്. ഈ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര പരിസ്ഥിതി വനം ആൻഡ് കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രിയാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. പരിസ്ഥിതി വനം ആൻഡ് കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രിയാണ് ഏതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇന്ത്യയില് മൊത്തം ഏകദേശം 54ഓളം ടൈഗർ റിസർവുകൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഈ 54 എണ്ണവും വളരെ പ്രാധാന്യമുള്ള ടൈഗർ റിസർവുകളാണ്. ഓരോ സംസ്ഥാനത്തിലേക്ക് ചെന്നിട്ടും പ്രധാനപ്പെട്ടവ മാത്രം, ഏറ്റവും പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന 100% ഉറപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൈഗർ റിസർവ് മാത്രം നമുക്ക് പഠിച്ചു പോകാം. ആദ്യം നമ്മൾ എത്തുന്ന സംസ്ഥാനമാണ് അസം എന്ന് പറയുന്നത്. അസമിലെ പ്രധാനപ്പെട്ട ടൈഗർ റിസർവുകളാണ് ആദ്യം നമേരി ടൈഗർ റിസർവ്, കാസിരംഗ, നമേരി 1, കാസിരംഗ, മാനസ ഒറാങ് തുടങ്ങിയ ടൈഗർ റിസർവുകൾ ഏത് സ്റ്റേറ്റിലാണ്? ആസാമിലാണ്. അപ്പോൾ ആസാമിലെ പ്രധാനപ്പെട്ട ടൈഗർ റിസർവുകളാണ് നമേരി, കാസിരംഗ, മാനസ, ഒറാങ് എന്നിവ. ഇനി നമുക്ക് അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അരുണാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ടൈഗർ റിസർവിന്റെ പേര് പഠിക്കണം. ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് നന്ദഫ ടൈഗർ റിസർവ്. നന്ദഫ എന്നല്ല നമ്മൾ പറയുന്ന ടൈഗർ റിസർവ്. 2 പക്വി, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരുപാട് തവണ ചോദിച്ചത് പക്വി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ്. കാംലാങ് എങ്ങനെയായിരുന്നു? കാംലാങ് ടൈഗർ റിസർവ് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ നന്ദഫ ടൈഗർ റിസർവ്, പക്വി ടൈഗർ റിസർവ്, കാംലാങ് ടൈഗർ റിസർവ് ഏത് സ്റ്റേറ്റിലാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇനി ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും വലിയ ടൈഗർ റിസർവ് അല്ലെ. ആന്ധ്രയിലും തെലങ്കാനയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ടൈഗർ റിസർവ്, നമ്മൾ അതിന്റെ പേര് പഠിച്ചു കഴിഞ്ഞു. നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്. നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമാണ്. ഇനി ബീഹാറിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈഗർ റിസർവിന്റെ പേര് പഠിക്കണം. വാൽമീകി ടൈഗർ റിസർവ്. വാൽമീകി ടൈഗർ റിസർവ് എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ടൈഗർ റിസർവിന്റെ പേരാണ് വാൽമീകി എന്ന് പറയുന്നത്. ഇനി ഛത്തീസ്ഗഡിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട 2 ടൈഗർ റിസർവിന്റെ പേരാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ടൈഗർ റിസർവിന്റെ പേരാണ് ഇന്ദ്രാവതി ടൈഗർ റിസർവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോദാവരിയുടെ പോഷക നദിയുടെ പേര് കൂടിയാണ് ഏത്? ഇന്ദ്രാവതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രാവതി ടൈഗർ റിസർവ് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. രണ്ടാമത്തെ ടൈഗർ റിസർവിന്റെ പേരാണ് അജനാക്മർ ടൈഗർ റിസർവ്. അതും എവിടെ തന്നെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഇനി കർണാടകയിലേക്ക് പോകുന്ന സമയത്ത് കർണാടകയിൽ പ്രധാനമായിട്ടും 3 ടൈഗർ റിസർവിന്റെ പേര് പഠിച്ചു വെക്കുക. ആദ്യത്തെ ടൈഗർ റിസർവ് ആണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, ഭദ്ര ടൈഗർ റിസർവ്, നാഗർഹോള ടൈഗർ റിസർവ്. നാഗർഹോള അല്ലെങ്കിൽ ഹോളെ ടൈഗർ റിസർവ് ഇതെല്ലാം എവിടെയാണ്? കർണാടകയിലെ പ്രധാനപ്പെട്ട ടൈഗർ റിസർവുകളാണ്. തെലങ്കാനയിലേക്ക് വരുന്ന സമയത്ത് 2 എണ്ണത്തിന്റെ പേരുകൾ പഠിക്കണം. ആദ്യത്തതിന്റെ പേരാണ് അമ്രാബാദ് ടൈഗർ റിസർവ്. അമ്രാബാദ് ടൈഗർ റിസർവും കാവാൾ ടൈഗർ റിസർവും കാവാൾ ടൈഗർ റിസർവും ഏത് സ്റ്റേറ്റിലാണ്? തെലങ്കാനയിലാണ്. മധ്യപ്രദേശിലേക്ക് വരുന്ന സമയത്ത് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ടൈഗർ റിസർവ് ആണ് കൻഹ ടൈഗർ റിസർവ്. കൻഹ ദേശീയ ഉദ്യാനമെല്ലാം പഠിക്കുന്ന സമയത്ത്, വന്യജീവി സങ്കേതം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കൻഹ ടൈഗർ റിസർവ് മധ്യപ്രദേശിലാണ്. പെഞ്ച് ടൈഗർ റിസർവ്, പന്ന ടൈഗർ റിസർവ്, സത്പുര ടൈഗർ റിസർവ്. പേരുകൾ എങ്ങനെയായിരുന്നു? കൻഹ, പെഞ്ച്, പന്ന, സത്പുര ഇതെല്ലാം ഏത് സ്റ്റേറ്റിലാണ്? മധ്യപ്രദേശിലെ ടൈഗർ റിസർവുകളാണ്. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും 2 എണ്ണത്തിന്റെ പേരാണ് പഠിച്ചു വെക്കേണ്ടത്. ആദ്യത്തതിന്റെ പേരാണ് മേൽഘട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തതിന്റെ പേരാണ് തഡോബ എന്ന് പറയുന്നത്. മേൽഘട്ട് ടൈഗർ റിസർവും തഡോബ ടൈഗർ റിസർവും എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. മിസോറാമിലേക്ക് പോകുന്ന സമയത്ത് 1 എണ്ണത്തിന്റെ പേരെ നമുക്ക് പഠിക്കാനുള്ളൂ. മിസോറാമിലെ ടൈഗർ റിസർവിന്റെ പേരാണ് ദാംബ ടൈഗർ റിസർവ്. ദാംബ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയുന്നത്. സിംലിപാൽ ടൈഗർ റിസർവ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സിംലിപാൽ ടൈഗർ റിസർവ് എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ പ്രധാനപ്പെട്ട ടൈഗർ റിസർവിന്റെ പേരാണ് സിംലിപാൽ എന്ന് പറയുന്നത്. ഇനി രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്ന സമയത്ത് പ്രധാനമായിട്ടും 2 ടൈഗർ റിസർവിന്റെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്.
പറയുന്നത്? ആദ്യത്തതിന്റെ പേരാണ് മുകന്ദര ഹിൽസ് ടൈഗർ റിസർവ്. മുകന്ദര ഹിൽസ് ടൈഗർ റിസർവും സരിസ്ക ടൈഗർ റിസർവും. മുകന്ദര ഹിൽസ് ടൈഗർ റിസർവും സരിസ്ക ടൈഗർ റിസർവും ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. ഉത്തരാഖണ്ഡിലേക്ക് വരുന്ന സമയത്ത് ജിം കോർബെറ്റ്, ഉത്തരാഖണ്ഡിൽ ഒന്നാമതായിട്ട് പഠിക്കേണ്ട ടൈഗർ റിസർവിന്റെ പേരാണ് ജിം കോർബെറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം പഠിച്ചു വെക്കുക രാജാജി ടൈഗർ റിസർവ്. ഈ രണ്ടെണ്ണവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ രണ്ടെണ്ണവും സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും രണ്ടെണ്ണത്തിന്റെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. സുന്ദർബൻസ് അല്ലെങ്കിൽ സുന്ദരവനം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. രണ്ടാമത്തതിന്റെ പേരാണ് ബുക്സ ടൈഗർ റിസർവ്. സുന്ദരവനം ടൈഗർ റിസർവും ബുക്സ ടൈഗർ റിസർവും എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഇനി കേരളത്തിന്റെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് പോകുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ടൈഗർ റിസർവുകളാണ് ആനമലൈ, മുതുമലൈ, സത്യമംഗലം. ആനമലൈ, മുതുമലൈ, സത്യമംഗലം ടൈഗർ റിസർവുകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഇനി ഉത്തർപ്രദേശിലേക്ക് പോകുന്ന സമയത്ത് ഒരെണ്ണത്തിന്റെ പേര് പഠിച്ചു വെക്കുക ദുധ്വ ടൈഗർ റിസർവ്. എവിടെയാണ് ദുധ്വ ടൈഗർ റിസർവ്? ഉത്തർപ്രദേശിലാണ്. ജാർഖണ്ഡിലെ പലമാവു ടൈഗർ റിസർവ്. ജാർഖണ്ഡിലാണ് പലമാവു ടൈഗർ റിസർവ് പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൈഗർ റിസർവ്, എല്ലാത്തിന്റെ പേരുകളൊന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിച്ചതും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൈഗർ റിസർവിന്റെ പേരുകളാണ് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. യുദ്ധ പരീക്ഷകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഗുണകരമാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി നമുക്ക് കടുവകളുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗത്തിലേക്ക് പോവാം. പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത് 1972 കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച ആശയമായിരുന്നു പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രോജക്ട് ടൈഗർ നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. പ്രോജക്ട് ടൈഗർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1973 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഈ വർഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഡേറ്റ് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. 1973 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് പ്രോജക്ട് ടൈഗർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. പ്രോജക്ട് ടൈഗർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദേശീയ ഉദ്യാനമാണ് ജിം കോർബെറ്റ് എന്ന് പറയുന്നത്. ആദ്യം ഇന്ത്യയിലെ 9 ദേശീയ ഉദ്യാനങ്ങളിലേക്കാണ് ഇത് നടപ്പിലാക്കിയത്. പിന്നീട് അത് വ്യാപിപ്പിച്ചു. ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ ദേശീയ ഉദ്യാനമാണ് ജിം കോർബെറ്റ് ദേശീയ ഉദ്യാനം. ജിം കോർബെറ്റ് ദേശീയ ഉദ്യാനം എവിടെയാണെന്നെല്ലാം നമ്മൾ പഠിച്ചു. അത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ 1973 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് പ്രൊജക്ട് ടൈഗർ ഇന്ത്യയിൽ നിലവിൽ വന്നത്. അത് കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവിന്റെ പേരാണ് ജിം കോർബെറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് നിങ്ങൾ പഠിക്കണം പ്രൊജക്ട് എലിഫന്റ് എന്ന് പറയുന്നത്. പ്രൊജക്ട് എലിഫന്റ് ആനകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിലവിൽ വന്ന പദ്ധതിയാണ് പ്രൊജക്ട് എലിഫന്റ് എന്ന് പറയുന്നത്. അത് നിലവിൽ വന്ന വർഷമാണ് 1992. പ്രൊജക്ട് എലിഫന്റ് നിലവിൽ വന്ന വർഷം 1992. നമുക്കറിയാം ആന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2010. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് 2010. ഇന്ത്യയിലെ ആകെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 33. ഇന്ത്യയിലെ ആകെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ 33 എണ്ണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം ആനകളുള്ള സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. ഇനി ആനകൾക്ക് വേണ്ടി മാത്രം ഒരു ആശുപത്രി നിലവിൽ വന്നിട്ടുണ്ട്. അതെവിടെയാണ്? അത് മധുരയിലാണ്. ഏത് മധുരയാണ്? ഉത്തർപ്രദേശിലെ മധുര. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആനകൾക്ക് വേണ്ടി മാത്രം നിലവിൽ വന്ന ആശുപത്രി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് മധുര, ഉത്തർപ്രദേശിലെ മധുരയിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യയിലെ കടുവാ സങ്കേതങ്ങളെ പറ്റിയാണ്. ഇന്ത്യയിലെ കടുവാ സങ്കേതങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, പരീക്ഷയ്ക്ക് വന്ന പോയിന്റുകൾ, അതിനുശേഷം നമ്മൾ പഠിച്ചത് പ്രൊജക്ട് ടൈഗർ, പ്രൊജക്ട് എലിഫന്റ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്ദി. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.